IIBF അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് ആൻഡ് ഫൈനാൻസിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനൻറ്റ് വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മന്ത്ലി എന്താണ് ഒരു 60,000 മുകളിൽ സാലറി കിട്ടുന്ന പോസ്റ്റാണ്. പിന്നെ അക്കോമഡേഷൻ അതുപോലെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഇവിടെ കാണാം. നിങ്ങൾക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 11 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ വേക്കൻസിയുടെ എണ്ണം നിങ്ങൾ നോക്കേണ്ട. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾ ഇതിന് എക്സാം എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആദ്യം തന്നെ പറയാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഗ്രാജുവേഷനാണ് വേണ്ടത്. മിനിമം 60% മാർക്കോട് കൂടി ഏതൊക്കെ വിഷയങ്ങളിലായിരിക്കണം അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഡിസിപ്ലിൻ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ IT അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ 60% മാർക്കോട് കൂടി ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് ഇപ്പോൾ മുകളിൽ പറഞ്ഞത്. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന 1 ഒക്ടോബർ 2024 28 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. മിനിമം ഏജ് ലിമിറ്റ് 18 വയസ്സാണ്. അപ്പം ഈ പറയുന്ന 1 ഒക്ടോബർ 2024 28 വയസ്സ് കഴിയാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏജ് ലിമിറ്റൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ സൈറ്റിൽ ഈസി ടൂൾസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അത് നടക്കുന്ന ഡേറ്റും ഇതിൽ പറയുന്നുണ്ട്. നവംബർ 17 സൺഡേ ആ ഒരു എക്സാം നടക്കും കേട്ടോ. നവംബർ 17 ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് എവിടേക്ക് വെച്ചിട്ടാണ് സെൻറ്റർ എന്നൂടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ചെന്നൈയിൽ വെച്ചിട്ടുണ്ടാകും, പിന്നെ കൊൽക്കത്ത, പിന്നെ നിങ്ങൾക്ക് മുംബൈ, അതുപോലെ ന്യൂഡൽഹി ഇവിടെയൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ഓൺലൈൻ എക്സാമിനേഷനും പേഴ്സണൽ ഇൻ്റർവ്യൂവിനൊക്കെ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് വിളിക്കുക. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരെന്ത് ചെയ്യും, ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. എന്നിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈൻ എക്സാമിനേഷനും ഇൻ്റർവ്യൂവിനും വിളിക്കുക. അപ്പോൾ ഈ പറയുന്ന ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും പാടെ നിങ്ങൾക്ക് ഈ പറയുന്ന ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് ഓഫ് IIBF, അതുപോലെ MCOM അല്ലെങ്കിൽ MA നിങ്ങൾക്ക് PG ഉണ്ടെങ്കിൽ ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്ന PG ഉള്ളവർ അങ്ങനെയുള്ളവരാണെങ്കിലും ഇതിലേക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്നാൽ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അതല്ല ജസ്റ്റ് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് 60% മാർക്കോട് കൊമേഴ്സിലോ എക്കണോമിക്സിലോ അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ കമ്പ്യൂട്ടർ സയൻസിലോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലോ ജസ്റ്റ് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ 60% മാർക്ക് ഉണ്ടെങ്കിൽ ഇതിലേക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ളവരെയും പരിഗണിക്കുന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ ഒരു എക്സ്ട്രാ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിശ്ചിത വെയിറ്റേജ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ വളരെ എളുപ്പമായിരിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ മാത്രം നിങ്ങൾ എക്സാം എഴുതാൻ പോയാൽ മതി. ഓക്കെ, അപ്പോൾ ആ കാര്യം മനസ്സിലാക്കുക. ഇനി ഇതിലേക്ക് എക്സാമിനേഷൻ്റെ സ്കീം ഇവിടെ കൊടുത്തിട്ടുണ്ട്. റീസണിങ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടർ നോളജ്. ഇതാണ് ടോട്ടൽ 200 ക്വസ്റ്റ്യൻ, 200 മാർക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷിലായിരിക്കും. ഓക്കെ, ദെൻ നിങ്ങൾക്ക് 1/4 നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. 5 ഓപ്ഷൻ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ചോയ്സ് ആയിട്ട് കേട്ടോ. പിന്നെ അപേക്ഷ ഫീസ് വരുന്നത് 700 രൂപയാണ് വരുന്നത്, പ്ലസ് GST കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ മുംബൈയിലെ വേക്കൻസികളാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ലക്നൗ, അതുപോലെ ഗുവാഹത്തി ഇവിടെയൊക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി വരാനിരിക്കുക അതുപോലെ ചെന്നൈ, കൊൽക്കത്ത, മുംബൈ, ന്യൂഡൽഹി, ബാംഗ്ലൂർ ഇവിടെയൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. പിന്നെ എവിടെ വേണമെങ്കിലും നമ്മൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാന്നുള്ള കണ്ടീഷനാണ്. ഇതിൻ്റെ റെമ്യൂണറേഷൻ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇതാ 8 ലാഖാണ് അതിൻ്റെ CTC വരുന്നത്. അതായത് നിങ്ങൾക്ക് 60,000 മുകളിലൊരു സംഖ്യ നിങ്ങൾക്ക് എന്താണ് മന്ത്ലി കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഓക്കെ, 60,000 മുകളിൽ ഒരു സംഖ്യ മന്ത്ലിയിൽ കിട്ടും. അതോടൊപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന അക്കോമഡേഷനും അതല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് HR ഒക്കെ കിട്ടും. നിങ്ങൾക്ക് അപ് ടു ഈ മാക്സിമം 20,000 വരെയൊക്കെ നിങ്ങൾക്ക് മന്ത്ലി കിട്ടുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 16 ഒക്ടോബർ ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിലേക്കാണ് ഇവർ IIBF റിക്രൂട്ട്മെൻ്റ് ആണ്. താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം. ഇതിലെ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഡേറ്റും കാര്യങ്ങളും എക്സാം ഡേറ്റും ഒക്കെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. സെലക്ഷൻ പ്രോസസ്സിൽ ഓൺലൈൻ എക്സാം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. ഇനി ഇവിടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ IIBF നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് എന്നുള്ളിടത്ത് ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേജിലേക്കാണ് നമ്മൾ വരിക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റിനുള്ള ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇങ്ങനത്തെ ആണ് ജൂനിയർ എക്സിക്യൂട്ടീവ്. നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ഫസ്റ്റ് നെയിം, അതുപോലെ നിങ്ങളുടെ മിഡിൽ നെയിം, പേര്, ഇതൊക്കെ ബേസിക് ഡീറ്റെയിൽസ് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത്, റിലീജിയൻ, മൊബൈൽ നമ്പർ, പിന്നെ അഡ്രസ്സാണ് അടുത്തത് വരുന്നത്. ഇവിടെയും അഡ്രസ്സ് തന്നെയാണ്. ഒന്ന് പെർമനൻറ്റ്, ഒന്ന് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് വരിക. എക്സാമിനേഷൻ സെൻറ്റർ നിങ്ങൾക്ക് ചെന്നൈ, കൊൽക്കത്ത, മുംബൈ ഏതാ വേണ്ടി വെച്ചാൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. നിങ്ങൾക്ക് എന്താണ് BA ആണോ, BCom ആണോ, BBA ആണോ, BE ആണോ, BTech ആണോ, എന്താ നിങ്ങളുടെ BC ആണോ ധരിച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ സബ്ജക്റ്റ് ഇതിൽ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എന്താണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് എങ്കിൽ അത് ഏതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യാം. ദെൻ കോളേജ് നെയിം, അഡ്രസ്സ് കൊടുക്കാം, യൂണിവേഴ്സിറ്റി നെയിം കൊടുക്കാം. ദെൻ പീരീഡ്, നമ്മൾ കോഴ്സ് സ്റ്റാർട്ടിങ്ങും അതിൻ്റെ ആ ഒരു എൻഡിങ് ഡേറ്റും കൊടുക്കാം.
ഓക്കെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഡേറ്റ് ഉണ്ട്, അത് കൊടുക്കാം. ഓക്കെ, ടോട്ടൽ മാർക്ക് നമ്മൾ നേടിയ മാർക്ക് കൊടുക്കാം. ടോട്ടൽ മാർക്ക് ഇവിടെ കൊടുക്കാം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ മാർക്കാണ് ഇവിടെ കൊടുക്കേണ്ടത്. ടോട്ടൽ മാർക്ക് ഇവിടെയും കൊടുക്കാം. ദെൻ പെർസെൻറ്റേജ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ഗ്രേഡ് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഏതാச்சுം നിങ്ങൾ സെലക്ട് ചെയ്യാം. ദെൻ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ അവിടെ പറഞ്ഞ പോലെ നേരത്തെ ഈ പറയുന്ന MCOM MBA CA CMA എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ അത് നിങ്ങൾ ബ്ലാങ്ക് ആക്കി വിട്ട് പോയാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ബ്ലാങ്ക് ആക്കി വിടാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ലാംഗ്വേജസ് ഏതൊക്കെ അറിയാമെന്നുള്ളത് വെച്ചാൽ നിങ്ങൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഇവിടെ എഴുതിയിട്ട് റീഡ് റൈറ്റ് സ്പീക്ക് എന്ന് കൊടുക്കാം. മലയാളം ആണെങ്കിൽ മലയാളം റീഡ് റൈറ്റ് സ്പീക്ക്, തമിഴ് ആണെങ്കിൽ തമിഴ്, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, അതൊക്കെ കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ഗെയിം ഓർ മെമ്പർഷിപ്പ് ഓർ അസോസിയേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് ഹോബീസ് ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം. അത് നിർബന്ധമല്ല, ജസ്റ്റ് വേണമെങ്കിൽ കൊടുത്താൽ അച്ചീവ്മെൻറ്റ് എന്തെങ്കിലും കൊടുക്കാം. പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അങ്ങനെയുള്ളതാണ് നമ്മൾ നോ കൊടുക്കുക, അങ്ങനെയുള്ളവർ യെസ് കൊടുക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ അടുത്ത് ചോദിക്കുന്നത് പ്രൊഫഷണൽ റെഫറൻസ് ആണ്. അപ്പോൾ നമ്മുടെ കോളേജിൽ നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ അവരുടെ അനുവാദത്തോട് അവരുടെ പേരും അവരുടെ അഡ്രസ്സും അവരുടെ ഫോൺ നമ്പറൊക്കെയാണ് കൊടുക്കേണ്ടത്. രണ്ടാളത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഓക്കെ, നമ്മുടെ ഫാമിലി മെമ്പറും അതുപോലെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒന്നും ആകാൻ പാടില്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ 2 ഡീറ്റെയിൽസ് കൊടുക്കണം നിങ്ങൾ. അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ ഇവിടെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം, ഡിക്ലറേഷൻ കൊടുക്കാം. അതിലെ ഫോട്ടോ സിഗ്നേച്ചറൊക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. പ്ലേസ് നിങ്ങളുടെ പ്രദേശം ഏതാഴ്ച കൊടുക്കാം. ഡേറ്റ് ഇവിടെ വന്നോ, സെക്യൂരിറ്റി കോഡ് അടിച്ച് ഈ ആപ്ലിക്കേഷൻ ഫീ അടിച്ച് പ്രിവ്യൂ ആൻഡ് പ്രൊസീഡിങ് അടിച്ച് ഫീ അടിച്ച് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ ലിങ്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം, കോൺടാക്ട് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീം എന്ന് പറഞ്ഞിട്ട് കാണാം. ഇതിൽ സംശയങ്ങളൊന്നും നിങ്ങൾക്ക് ഇതിലൂടെ സോൾവ് ആവില്ല. നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കാരണം സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ നമ്മുടെ സൈഡിൽ തന്നെ ഈസി ടൂൾസിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇത് വായിച്ച് കറക്റ്റാക്കി നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും സംശയങ്ങൾ ഡൗട്ടുകളൊക്കെ ക്ലിയർ ആണെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റേത് നമ്മുടെ ഡാറ്റ എൻട്രി ടീംസിൻ്റെ അടുത്താണ് നമ്പർ ഉണ്ടാകുക. അപ്പോൾ അവരോട് സംശയങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. താങ്ക്